മനാമയിൽ നിന്ന് ഏകദേശം ഒരു അരമണിക്കൂർ, ഒരു 30 കിലോമീറ്ററാണ് ട്രാവലിംഗ് വരുന്നത്. സെല്ലാക്കിൽ വെച്ചാണ് എക്സിബിഷൻ നടക്കുന്നത്. ജനുവരി 23 മുതൽ ഫെബ്രുവരി 1 വരെയാണ് ഇതിൻ്റെ ടൈം വരുന്നത്. ഇതാണ് സെല്ലാക്കിലെ പെട്രോൾ പമ്പ്. അങ്ങനെ എക്സിബിഷൻ ഹാള് കണ്ടു തുടങ്ങിയിരിക്കുകയാണ്. ഇതല്ലേ മെയിൻ എൻട്രൻസ്. നമ്മളങ്ങനെ എൻട്രൻസിലോട്ട് കയറുകയാണ്. എന്തൊക്കെ ഇതിനകത്തുള്ളത് നോക്കാം. വലിയ ഹാളാണ്, ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാളും വലിയ ഹാളാണിത്. ആറാണ്, ടോയ് അല്ല. ഇതാണ് ഇവിടെ എൻട്രൻസ്. ഇതിവിടെ സ്കാൻ ചെയ്തിട്ടാണ് കയറി പോകുന്നത്. വലിയ ഹാളാണ്, അത്യാവശ്യം നല്ല തിരക്കുണ്ട്. ഇപ്പോഴേ നല്ല തിരക്കുണ്ട്. ഇവിടം വരെ വന്നപ്പോഴത്തേക്ക് ഇതിനകത്തെ കാര്യങ്ങൾ, കാഴ്ചകൾ കൂടി ഒന്ന് കാണിച്ചു തരാം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബഹ്റൈനിൽ നിന്നുള്ള വ്ളോഗാണ്. ഇന്ന് മനാമയിൽ നിന്ന് സെല്ലാക്കിലേക്ക് പോവാണ്. സെല്ലാക്കിൽ എക്സിബിഷൻ നടക്കുന്നുണ്ട്, ഓട്ടം ഫെയർ. അതിന് മുന്നോടിയായിട്ട് ഉള്ളൊരു യാത്രയിലാണ്. ബഹ്റൈനിലുള്ളവര് സെല്ലാക്കിലേക്കുള്ള യാത്രയും സെല്ലാക്കിൽ നടക്കുന്ന എക്സിബിഷനും കണ്ടിട്ടുണ്ടാവില്ല. അപ്പൊ ഈ ഒരു വീഡിയോയിലൂടെ എല്ലാവരും കാണാൻ വേണ്ടിയുള്ളൊരു വ്ളോഗാണത്. മാക്സിമം എല്ലാവരും ഷെയർ ചെയ്ത് കൊടുക്കുക. നാട്ടിലുള്ളവർക്കും വീഡിയോ കാണുന്നവരൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. മനാമയിൽ നിന്ന് ഏകദേശം ഒരു അരമണിക്കൂർ, ഒരു 30 കിലോമീറ്ററാണ് ട്രാവലിംഗ് വരുന്നത്. സെല്ലാക്കിൽ വെച്ചാണ് എക്സിബിഷൻ നടക്കുന്നത്. അപ്പം അങ്ങോട്ടുള്ള ഒരു യാത്രയിലാണ്. ഇതിപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് കിങ് ഫഹദ് ഹൈവേ. നേരെ പോയി കഴിഞ്ഞാൽ കോസ്റ്റ് സൗദിയിലേക്ക് പോകാനുള്ള ആ ഒരു ഹൈവേ ഒക്കെ വരുന്നത് ഈ റോഡ് തന്നെയാണ്. ഈ ഒരു ഏരിയയിൽ സീഫ് എന്നാണ് പറയുന്നത്, സീഫ് ഏരിയ എന്നാണ് പറയുന്നത്. ഇവിടെ തന്നെ ഇടത് സൈഡില് ഒരു കാരിഫോർ ബഹ്റൈൻ മാള് വരുന്നുണ്ട്. ഇതാണ് സീഫിലെ സീഫ് മാള്. നമ്മളിപ്പോ രാവിലെ സമയത്താണ് പോകുന്നത്. സമയം ഒരു രാവിലെ 10:40 ഒരു ടൈമാണ്. നമ്മൾ ഡെലിവറി ആയിട്ട് നമ്മളെ ജോലിയുടെ ഭാഗമായിട്ട് തന്നെയാണ് അങ്ങോട്ട് പോകുന്നത്. രാവിലെ പോയി കഴിഞ്ഞാൽ അതിനകത്ത് നമുക്ക് വലിയ തിരക്ക് കൂടുന്നതിന് മുന്നേ നമുക്ക് സാധനങ്ങൾ ഡെലിവറി ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് രാവിലെ പോവുകയാണ്. വൈകിട്ടാണ് സെല്ലാക്കിൽ നല്ല തിരക്കുള്ളത്. എക്സിബിഷൻ എന്ന് പറയുമ്പോൾ അവിടെ ഒരുപാട് GCC കൺട്രീസിലെ അതാണ് കൂടുതലായിട്ട് അവിടെ ഐറ്റംസ് സെയിൽ ചെയ്യുന്നത്. ട്രഡീഷണൽ ആയിട്ടുള്ള ഇവരുടെ ഡ്രസ്സ്, പിന്നെ അല്ലെ സ്വീറ്റ്സ്, പിന്നെ ജ്വല്ലറി ഐറ്റംസ്, ഗോൾഡ്, സിൽവർ, അങ്ങനെ ഒട്ടുമിക്ക അവരുടെ പ്രോഡക്റ്റുകളും അവിടെ എക്സിബിഷനിലുണ്ടാവും. ഒരുപാട് ഡ്രൈ ഫ്രൂട്ട്സ്, നട്ട്സ്, ചോക്ലേറ്റ്സ് എല്ലാം അവിടെ സെയിലുണ്ടാവും. ഈ ഓട്ടം ഫെയർ വരുന്നത് ജനുവരി 23 മുതൽ ഫെബ്രുവരി 1 വരെയാണ് ഇതിന്റെ ടൈം വരുന്നത്. ഇതിന്റെ ടൈം സ്റ്റാർട്ട് ചെയ്യുന്നത് രാവിലെ 10 മണി മുതൽ ഉച്ചയ്ക്ക് 2 മണി വരെയാണ്. അത് കഴിഞ്ഞ് കുറച്ച് സമയം റെസ്റ്റ് ഉണ്ട്, ഒരു ബ്രേക്ക് ടൈം പോലെ. അതിനുശേഷം പിന്നെ 4 മണി തൊട്ട് രാത്രി 10 മണി വരെയാണ്. ഞായറാഴ്ച ലേഡീസ് ഓൺലിയാണ് വരുന്നത്. അതും ഇതേ ടൈം തന്നെയാണ്, 10 മണി തൊട്ട് 2 മണി വരെ. അത് കഴിഞ്ഞ് 4 മണി മുതൽ രാത്രി 10 മണി വരെ. അത് കഴിഞ്ഞ് പിന്നീട് ലാസ്റ്റ് ദിവസം വരുന്നത് 10 മണി തൊട്ട് 10 മണി വരെയാണ്. ഇതാണ് നമ്മൾ സൗദി അറേബ്യ പോകുന്ന എക്സിറ്റ് വരുന്നത്. ഈ റോഡാണ് വരുന്നത്. ഈ എക്സിറ്റ് എടുത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് സൗദി അറേബ്യയിൽ കിങ് ഫഹദ് കോസ്വേ വഴി സൗദിയിലേക്ക് പോകാൻ പറ്റും, റോഡ് മാർഗം. പോകുന്ന വഴിക്ക് തന്നെ ഐക്യയുടെ വലിയൊരു
ഒരു എക്സിറ്റ് ഉണ്ടായിരുന്നു. ഇതാണ് നമുക്ക് ഹാമർ ടൗണിൽ റിഫയിലേക്കുള്ള എക്സിറ്റ് ആണ് ഇവിടെ വരുന്നത്. ഈ ഏരിയ ഫുള്ള് ഹാമർ ടൗൺ ആണ്. ഹാമർ ടൗൺ എന്ന സ്ഥലം. ഇവിടെ നിന്ന് ഇടത്തോട്ട് പോകുമ്പോഴത്തേക്ക് റൗണ്ട് അബൌട്ട് ഇടത്തോട്ട് പോയി കഴിഞ്ഞാൽ റിഫ അങ്ങനെയുള്ള സ്ഥലത്തേക്കൊക്കെ പോകാൻ പറ്റും. ഈ സെല്ലാക്കി തന്നെയാണ് ബഹ്റൈൻ യൂണിവേഴ്സിറ്റി കോളേജ്. അത് കഴിഞ്ഞ് ബഹ്റൈൻ സർക്യൂട്ട് കാർ റേസിംഗ് ഒക്കെ നടക്കുന്ന സ്ഥലമാണ്. പിന്നെ അത് കഴിഞ്ഞ് റിഫൈനറി എണ്ണ ഖനനം ചെയ്യുന്ന സ്ഥലമൊക്കെ ഇപ്പം നമ്മൾ പോകുന്ന ഏരിയയിലാണ് കൂടുതലായിട്ടുള്ളത്. മെയിനായിട്ടുള്ള സ്ഥലം അതാണ്. എക്സിറ്റ് എടുത്തു കഴിഞ്ഞ് സെല്ലാക്കിലേക്ക് പോകുന്നത്. നേരെ പോയി കഴിഞ്ഞാൽ അതിനപ്പുറത്താണ് ചെല്ലുന്നത്. റൗണ്ട് അബൌട്ട് ഇവിടുന്ന് വലത്തേക്കാണ് നമുക്ക് പോകേണ്ടത്. സിഗ്നലിൽ നിന്ന് ലെഫ്റ്റ് പോകണം. അതിനുള്ളിലാണ് യൂണിവേഴ്സിറ്റി കോളേജ് വരുന്നത്. നമുക്കിവിടെ നേരെയാണ് പോകേണ്ടത്. നമ്മൾ എക്സിബിഷൻ ഹാളിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഏതാനും നിമിഷങ്ങൾ കൂടി കഴിയാൻ നേരത്ത് എക്സിബിഷൻ സെന്ററിലെത്തും. അത് എത്തുന്നതിന് മുന്നേ തന്നെ നമുക്കിവിടെ സൈഡിൽ ഒരു പെട്രോൾ പമ്പ് ഉണ്ട്. പിന്നെ അത്യാവശ്യം ഫുഡ് കഴിക്കാൻ വേണ്ടി KFC, മക്ഡൊണാൾഡ്, പിസ്സ അങ്ങനെയുള്ള കുറേ ഷോപ്പുകളുണ്ട്. ഇതാണ് സെല്ലാക്കിലെ പെട്രോൾ പമ്പ്. എക്സിബിഷൻ ഹാള് കണ്ടു തുടങ്ങിയിരിക്കുകയാണ്. അകത്ത് ചെന്നിട്ടുള്ള വീഡിയോയും കൂടെ ഇതിൽ ഉൾപ്പെടുത്താം. ഇതാണ് ഇതിൻ്റെ പുറത്തെ കാഴ്ച. വലിയൊരു സ്പേസാണുള്ളത്. വലിയ ഹാളുകളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ഇതിനകത്ത് കയറണമെങ്കിൽ ഇതുപോലൊരു ടാഗുണ്ട്. അതുണ്ടെങ്കിൽ മാത്രമേ ഇതിനകത്തോട്ട് നമുക്ക് സാധനം ഡെലിവറി ചെയ്യാൻ പറ്റത്തുള്ളൂ. സിഗ്നലിൽ നിന്ന് ഇടത്തോട്ട് പോയി കഴിഞ്ഞാൽ അതിനകത്ത് പോയി നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാം. രാവിലെ ഈ സമയത്തിന് അത്യാവശ്യം നല്ല തിരക്ക് ഇവിടെ ഉണ്ട്. ഒരു വഴിയുണ്ട്, നേരെ വിട്ടാണ് ഫ്രണ്ടിൽ ഫുള്ള് പാർക്കിംഗ് എല്ലാം ഫുള്ളാണ് ഇവിടെ. നല്ല ക്യൂ, അതുപോലെ നല്ല തിരക്കാണ് ഇവിടെ ഉള്ളത്. ഈ രാവിലെ മാത്രമേ ഇത്രയും പാർക്കിംഗ്, ഇത്രയും വണ്ടി ഇവിടെ ഫുള്ളായിട്ടുണ്ട്. വേറൊരു വഴി കൂടെ പോവാം. ഇതെല്ലാം അങ്ങോട്ട് കയറാനുള്ള വണ്ടിയാണ്. ഇവിടുത്തെ എൻട്രൻസ് ഓപ്പൺ ആണെന്ന് പറയുന്നത്.
എവിടുത്തെ എൻട്രൻസാ? ഇവിടെ ഈ സൈഡ് ഇവിടെ എൻട്രൻസ് ഉണ്ട്. ഇവിടെ നിന്ന് ലെഫ്റ്റ് എടുത്ത് കയറിയിട്ടുണ്ട്. ഇവിടെ നിന്ന് ലെഫ്റ്റ് എടുത്ത് ഇത് ഒരുപാട് ഏരിയ ഉണ്ട്. ഇത് നല്ല വിസ്തൃതിയിലാണിത് ഞാൻ വിളിക്കാം. ആളുകളെല്ലാം സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. ഈ ഏരിയയിൽ ഫുള്ള് പാർക്കിംഗ് ആണ്. പക്ഷെ ഇപ്പം തന്നെ ഒരു ഇതെല്ലാം പാർക്കിംഗ് ഫുള്ളാണ്. ഇതും ഒരു എൻട്രൻസ് ആണ്. ഇവിടെ എല്ലാം ഒരുപാട് പാർക്കിംഗ് ഏരിയ ഉണ്ട്. പക്ഷെ ഇവിടെ ഇപ്പോഴേ വണ്ടികളൊക്കെ ഫുള്ളാണ്. വൈകിട്ടൊന്നും ഇങ്ങോട്ട് വരാനേ പറ്റില്ല. അത്യാവശ്യം നല്ല തിരക്കായിരിക്കും. ഗേറ്റ് 3. ചാടല്ലേ ചാടല്ലേ. ഇതല്ലേ മെയിൻ എൻട്രൻസ്. അവിടെ കേറാൻ പറ്റത്തില്ല. ഇല്ലെന്ന് പറ്റത്തില്ല. അതിനകത്തൊന്നും അങ്ങനെ എൻട്രി ഇല്ല. മിക്കവാറും അവിടെ ഇറക്കിയിട്ട് അവിടെ അകത്തോട്ട് കയറാനല്ലേ. അവിടെ അകത്താ 3 എൻട്രിയേ ഉള്ളൂ. നമുക്ക് ഇവിടെ ഇവിടെ അങ്ങോട്ട്. ഇതാണ് ഒരു എൻട്രൻസ്. ഇത് ഏത് എൻട്രൻസാ? മെയിൻ എൻട്രൻസാ. ഇതാണ് ഫ്രണ്ട് സൈഡ്. ചെറുക്കന് വരട്ടുന്നു. നീ പോവുകയാടാ. ഞാനാണ് ഉണ്ണിക്കണ്ണൻ. ഇതിൽ കൂടെ കയറാൻ പറ്റും. ഇതിൽ പോണം. ഒന്നുമില്ല. ഒക്കെ വേറെ ഡിപ്പാർട്ട്മെന്റാ. ഇതിലേ കൂടെ കയറാൻ പറ്റുമോ? ഇതിലേ കയറാൻ പറ്റും. ഫ്രണ്ടിലോട്ട് ഒതുക്കിയോ? അവിടെ കയറ്റാം കേട്ടോ. അവിടെയോട്ടം കയറ്റി അങ്ങോട്ടും കയറ്റി നമുക്ക് സാധനം ഇറക്കി വെച്ചിട്ട്. അപ്പൊ ഇത് ഒരു എൻട്രൻസ് ആണ്. ഈസ്റ്റ് എൻട്രൻസ്. ഇത് ഇറക്കിയിട്ട് ഇവിടെ ചിലപ്പോ നിർത്താൻ സമ്മതിക്കൂല. ഞങ്ങൾ വിളിക്കാം. അങ്ങ് പോട്ടെ. നമ്മളവിടെ കയറാൻ വന്ന സ്ഥലമില്ലേ. ഇറക്കി നിർത്താൻ പറഞ്ഞു. ഇറക്കി നിർത്തി. അങ്ങനെ ഞങ്ങൾ ഇവിടെ എത്തിയിരിക്കുകയാണ്. ഇത് ഈസ്റ്റ് എൻട്രൻസ് ആണ്. ഇവിടെ അങ്ങനെ തിരക്ക് കുറവാണ്. ഡെലിവറി ചെയ്യാനൊക്കെ നമുക്ക് എളുപ്പത്തിന് വേണ്ടിയാണ് ഈ എൻട്രൻസിലോട്ട് വന്നത്. ഫ്രണ്ട് സൈഡ് എന്താ ഇതാണ്. ഇതിന്റെ ഫ്രണ്ടിൽ മൊത്തം അത് മുഴുവനും പാർക്കിംഗ് ഏരിയ ആണ്. പക്ഷെ എല്ലാവിധ പാർക്കിംഗ് ഏരിയ എല്ലാം ഫുള്ളാണ്. നമ്മൾ സാധനം കൊണ്ടുപോകാൻ വേണ്ടി എല്ലാം സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ സാധനമാണ് നമുക്ക് അകത്തോട്ട് കൊണ്ടുപോകുന്നത്. നമ്മളങ്ങനെ എൻട്രൻസിലോട്ട് കയറുകയാണ്. എന്തൊക്കെ ഇതിനകത്തുള്ളത് നോക്കാം. ഒരു കുഞ്ഞുങ്ങളില്ലല്ലോ. ഓ, വിശാലമായ ഷോറൂം. ഈ ഏരിയയിൽ വലിയ തിരക്കില്ല കേട്ടോ. ഇതാണ് എക്സിബിഷൻ നടക്കുന്ന സ്ഥലം. ഇത് ഹാൾ 1 ആണ്. പക്ഷെ ഇവിടെ അങ്ങനെ വലിയ തിരക്കില്ല. ഇതിൻ്റെ ഉള്ളിലാണ് സംഭവങ്ങളൊക്കെ ഉള്ളത്. ഇതാണ് എക്സിബിഷൻ ഹാള്. സംഭവം ഇവിടെ ഒരുപാട് സ്പേസ് ഉണ്ട്, ഒരുപാട് സ്ഥലമുണ്ട്. എല്ലാം കറങ്ങി കാണണം. ഇനി രാവിലെ ആയതുകൊണ്ട് വലിയ തിരക്കില്ലാത്തതുകൊണ്ട് രക്ഷപ്പെട്ട്. വൈകിട്ടാണെങ്കിൽ ഇവിടെയും കാലുകുത്താൻ പറ്റാത്ത രീതിയിലുള്ള തിരക്കാണുള്ളത്. വലിയ ഹാളാണ്. വലിയ ഹാളാണ്. ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാളും വലിയ ഹാളാണിത്. ഇവിടെ 10 ഹാളാണ് വരുന്നത്. ഇവിടെ സൈഡിൽ ഇത് 9ാമത്തെ ഹാള്, ഏറ്റവും ലാസ്റ്റ് 10ാമത്തെ ഹാള്. പിന്നെ ഫുള്ള് ഹാളിന്റെ പണി ഇതുവരെയും കഴിഞ്ഞിട്ടൊന്നുമില്ല. സംഭവം അടിപൊളിയാണ്. സെറ്റ്. ബഹ്റൈനിലുള്ളവര് സമയം കിട്ടപ്പെടുന്ന പറയാൻ പറ്റത്തില്ല. ഇത് ഒരാഴ്ചയാണ് ഇതിന്റെ പരിപാടി ഉള്ളത്. ഈ വീഡിയോ എപ്പോഴും അപ്ലോഡ് ആകുന്നതെന്ന് അറിയത്തില്ല. ഇത് എല്ലാ വർഷവും ഉണ്ടായിരുന്നതാണ്. ഒരു ജനുവരി ഫെബ്രുവരി ടൈമിലാണ് ഇത് വരുന്നത്.
അടിപൊളി ഒരു റേസിംഗ് കാർ കൊണ്ട് വെച്ചിട്ടുണ്ട്. ഇതിന് ടോയ് ആണോ എന്നറിയാൻ വയ്യ. ടീം ബഹ്റൈൻ്റെ ഒരു അടിപൊളി ഒരു കാറാണ്, ടോയ് അല്ല, ഒറിജിനൽ റേസിംഗ് കാർ തന്നെ. ആദ്യമായിട്ടാണ് കാണുന്നത്. ഇതിനകത്ത് പിന്നെ ഒരുപാട് കോഫി ഷോപ്പ്, ബർഗർ അങ്ങനെയുള്ള സാധനങ്ങൾ കഴിക്കാനൊക്കെ ഉണ്ട് ഇതിനകത്ത് തന്നെ ഉണ്ട്. ഇതാണ് ഇവിടെ എൻട്രൻസ്. ഇതിവിടെ സ്കാൻ ചെയ്തിട്ടാണ് കയറി പോകുന്നത്. വീഡിയോ ലെങ്ത് കൂടുതലായതുകൊണ്ട് വേറെ പാർട്ടായിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.